പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിശിഹായിൽ സ്നേഹവും പ്രാർത്ഥനയുണ്ട്. ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തില് അബ്രാഹത്തെ പറ്റി പറയുന്നതോടൊപ്പം അബ്രാഹത്തിന്റെ സഹോദരനായ ലോത്തിനെ പറ്റി പറയുന്നുണ്ട്. ഇവർ ഒന്നിച്ച് വാഗ്ദാന ഭൂമിയിലേക്ക് ആടുമാടുകളൊക്കെ മേയിച്ചുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ അടിസ്ഥാനപരമായിട്ട് വിശ്വസിച്ചുകൊണ്ട് യാത്ര ചെയ്തവരാണ്. വസ്തു മേച്ചിൽ സ്ഥലങ്ങൾ പങ്കിടേണ്ട സമയം വന്നു കഴിഞ്ഞപ്പോൾ ലോത്തിന് മുൻഗണന കൊടുക്കുകയാണ് അബ്രാഹാം. നിനക്ക് ഇഷ്ടമുള്ള ഭാഗം എടുക്കാം, വടക്കോ തെക്കോ ഏത് വേണമെങ്കിലും. അപ്പോൾ കൂടുതൽ ഫലപുഷ്ടമായ പ്രദേശങ്ങൾ കന്നുകാലികൾക്ക് തീറ്റ കിട്ടുന്ന വെള്ളമുള്ള സ്ഥലങ്ങളൊക്കെ എടുത്തു. അത് പട്ടണത്തോടടുത്തായിരുന്നു സോതോം, ആ ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഉൽപ്പത്തി പുസ്തകം 19:1-7 10-11 സോതോമിന്റെ പാപത്തെ പറ്റി പറയുന്നുണ്ട്. അത് ഈ സോതോമിന്റെ പാപം എന്ന് പറയുന്നത് ഹോമോസെക്ഷുവാലിറ്റിയാണ്. സ്വർഗരതി എന്നൊക്കെ പറയാറുണ്ട് മലയാളത്തില്. അപ്പോൾ ആധുനിക കാലഘട്ടത്തില് ഒരേ വർഗത്തിൽ തമ്മിൽ കല്യാണം കഴിക്കുന്നത് അംഗീകരിക്കണമെന്ന് പറയുന്നവരുണ്ട്. അതുപോലെ കല്യാണം അത് അംഗീകരിക്കണം, നിയമം അതിനനുസരണമാക്കണമെന്ന് പറയുന്ന ആളുകളുണ്ട്. ചില രാജ്യങ്ങളിൽ അതിന് അനുകൂലമായിട്ട് നിയമങ്ങൾ ഉണ്ടാവാം. എന്നാൽ സഭയുടെ അടിസ്ഥാനപരമായിട്ടുള്ള പഠനം കല്യാണം എന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനും തമ്മിലാണ്. അതിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളെ പറ്റി പറയുമ്പോൾ 1 സ്നേഹമായിട്ട് മരണം വരെ ജീവിക്കുക, 2 മക്കളുണ്ടാവുക. മനുഷ്യന് മരണമുണ്ട്, മനുഷ്യൻ മരിച്ചാലും സന്തതി പരമ്പരയിലൂടെ ആ ജീവിതം മനുഷ്യ വംശം നിലനിന്ന് പോവുകയാണ്. അതാണ് അതിന്റെ അടിസ്ഥാന ലക്ഷ്യം. പിന്നെ ഈ മക്കളെ ചെറുപ്പത്തിൽ കൂടുതൽ സംരക്ഷണം ആവശ്യമുള്ളത് കൊണ്ട് അവരെ വിശ്വാസത്തിലും നന്മയിലുമൊക്കെ ഭാവി ജീവിതത്തിന് കരുത്തുള്ളവരായിട്ട് അവരെ വളർത്തിക്കൊണ്ടുവരിക, ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടവരാണ്. ഇതാണ് ലക്ഷ്യമായിട്ട് നമ്മൾ പറയാറുള്ളത്. ഗോമറയുടെ പാപം ഹോമോസെക്ഷുവാലിറ്റിയാണ്, സ്വകാര്യതയാണെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഇന്നത്തെ വായനയിൽ തന്നെ പറയുന്നുണ്ട് എത്രമാത്രം അവിടുത്തെ ജനങ്ങള്, ഭാരതത്തെ ജനങ്ങളെ പറ്റി കമന്റ് ചെയ്തിട്ടുണ്ട് അവിടെ. കാരണം അങ്ങനെ വഴിതെറ്റി നടന്ന ഒരു സമൂഹം, ആ സമൂഹത്തിലേക്ക് ശിക്ഷ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ലോത്തിനോട് രക്ഷപ്പെട്ടോളാൻ പറഞ്ഞു. നീ പിന്തിരിഞ്ഞു നോക്കരുത്. നിങ്ങളാരും ലോത്തിന് ഭാര്യയും കൂട്ടരൊക്കെ ഉണ്ടായിരുന്നു, മക്കളും ഉണ്ടായിരുന്നു. അവരിങ്ങനെ അകലങ്ങളിലേക്ക് പോവുകയാണ്. പിന്തിരിഞ്ഞു നോക്കരുത്. ലോത്തിന്റെ ഭാര്യ പിന്തിരിഞ്ഞു നോക്കി. അതുകൊണ്ട് ഉപ്പുകൂണായെന്നൊക്കെ നമ്മൾ വേദപാഠത്തിൽ പഠിച്ചിട്ടുണ്ട്, വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കാറുണ്ട്. ഉൽപ്പത്തി 19:26 കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇന്നും നിയമങ്ങളുണ്ട്, ഇന്നും നിരവധി നിയമങ്ങൾ രാജ്യത്തിൻ്റെതായിട്ടുണ്ട്. കല്യാണത്തിന്റെ പ്രായം 18-ഉം 21-ഉമാണ്. ഞാൻ അച്ഛനായിരുന്ന കാലഘട്ടത്തിൽ അന്നത്തെ നിയമം 16-18 ആയിരുന്നു. ജനസംഖ്യ ക്രമീകരിക്കുന്നതിന് വേണ്ടിയും പിന്നെ കൂടുതൽ ഉപരി പക്വത പ്രാപിക്കുന്നതിന് വേണ്ടിയൊക്കെ ആയിരിക്കും നിയമം അത് ചേഞ്ച് ചെയ്തു 18-20. അതുപോലെ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും 18 വയസ്സിൽ കൂടുതലുള്ള ഒരാളെ പീഡിപ്പിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതാണ് പോസ്കോയുടെ കീഴിൽ വരുന്നത്. അപ്പോൾ അവര് അതിന്റെ നിയമമനുസരിച്ച് ചോദ്യവും പറഞ്ഞതൊന്നുമില്ല, അറസ്റ്റ് ചെയ്യുക. ഒരു സ്കൂളിൽ ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ, ഒരു സ്കൂളിൽ ഇങ്ങനെ കംപ്ലൈന്റ് കിട്ടി, ഒരു രക്ഷിതാവ് പറഞ്ഞു എൻ്റെ കുട്ടിയെ പിന്നെ ആരോ പീഡിപ്പിച്ചു. അവിടെ വീട്ടിൽ വെച്ചാണ്, പണി, അവിടെ വീട് പണിയാണ്. അപ്പോൾ ഹെഡ് മാസ്റ്റർ അറിയിച്ചില്ലെങ്കിലും ഉള്ളിൽ 2-ാം പണിയാണ്. അതുകൊണ്ട് ഹെഡ് മാസ്റ്റർ അറിയിച്ചു.
അത് കഴിഞ്ഞപ്പോൾ പോലീസുകാർ വന്നിട്ട് ഒരു സാധാരണ ബസ്സിൽ വന്നിട്ട് കൊച്ചിനെ ചോദ്യം ചെയ്തു. അപ്പോൾ പറഞ്ഞു ഒരാളല്ല രണ്ടുപേര് വിളിപ്പിച്ചതാണ് കൊച്ചു പറഞ്ഞത്. രണ്ടുപേരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. പിന്നെ ഏതാനും മാസങ്ങളൊക്കെ കഴിഞ്ഞാണ് ജാമ്യം കിട്ടുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ നിയമം 1 വർഷത്തിനുള്ളിൽ അതിൻ്റെ വിധി പ്രഖ്യാപിച്ചിരിക്കണം എന്നുള്ളതാണ് നിയമം. അപ്പം അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കുട്ടികളോടുള്ള പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പെരുമാറ്റത്തിൽ അവരും പ്രായപൂർത്തിയായവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, അവരെ ദുരുപയോഗിക്കാനായിട്ട് അവസരം കൊടുക്കരുത്. നമ്മുടെ കുട്ടികളെ സുരക്ഷിതമല്ലാത്ത സ്വന്തം ബന്ധത്തിൽപ്പെട്ട ഒരാളിലും പറഞ്ഞേക്കുന്ന അന്നല്ല, പിന്നെ ഒരു കേസ് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ആവശ്യമില്ലാതെ അന്യഭവനങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത് നല്ലതായിരിക്കുകയില്ല. അവിടെ ചെന്നെന്തെങ്കിലും ആരുടെയെങ്കിലും പീഡനങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കേസായി, പ്രശ്നങ്ങളായി, പ്രതിസന്ധികളായി. അതുകൊണ്ട് കുട്ടികൾ നമ്മുടെ വീട്ടിൽ വളരുന്നതാണ് നല്ലത്. ഒരു ദിവസത്തേക്കൊക്കെ യാത്രയ്ക്ക് വിടുക, ഇല്ലെങ്കിൽ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അമ്മ വീട്ടിലാണെങ്കിലും അവിടെയും സുരക്ഷിതത്വം ഇല്ലെങ്കിൽ അങ്ങോട്ട് പറഞ്ഞ് ഒത്തിരി ദിവസത്തേക്കൊന്നും പറഞ്ഞ് വിടരുത്. ഈ അങ്ങനെ അങ്ങനെ മക്കളുടെ 2 കല്യാണം ഞാൻ നടത്തേണ്ടതായിട്ട് വന്നു. ഇങ്ങനെ പോയി ഇങ്ങനെ രൂപപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് ഇക്കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഴപ്പമാണ്. വേറൊരു കഴിഞ്ഞ ദിവസം പറഞ്ഞ അറിയുണ്ടായി. ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാണ്. ഞാൻ കുറച്ച് പ്രായമുണ്ട്, 65 വയസ്സിലേറെ പ്രായമുണ്ട്. അപ്പോൾ എന്തോ ഒരു ആരോപണമാണ് ഇയാളെ വല്ല മദ്യപിച്ചിട്ട് നല്ല പ്രശ്നം വന്നാണെന്ന് അറിഞ്ഞുകൂടെ. ഏതായാലും അയാൾക്കെതിരെ ആരോപണം ഉണ്ടായി. ഏതോ കൊച്ചിനെ ചെറുക്കനെ പീഡിപ്പിച്ചെന്നും പറഞ്ഞു. ഏതായാലും അയാളെ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നെ നിരപരാധിയാണ് തെളിയിക്കുന്നത് പ്രതിയുടെ ചുമതല. അതാണ് നിയമം എന്ന് പറയുന്നത്. എല്ലാവർക്കും ആ നിയമം പ്രസക്തമാണ്. വേറൊരു മനുഷ്യനെ ഞാൻ അറിയുന്ന മനുഷ്യനാണ്. അതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ ബസ് യാത്ര ചെയ്ത ഇയാൾ സ്കൂളിലെ ജീവനക്കാരാണ്, റിട്ടയർ ചെയ്തു. ഇപ്പോൾ LICയുടെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ബസ് യാത്ര ചെയ്തു. നല്ല തിരക്കുള്ള ബസ്. ഒരു കൊച്ചിനെ ഇയാളുടെ മടിയിലേക്ക് കൊടുത്തു. അടുത്ത സ്ഥിതി വരെ ആയിട്ടുണ്ട്. പക്ഷെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇയാൾക്കെതിരെ ആരോപണം, പീഡനം. ഇയാളെ അറസ്റ്റ് ചെയ്തു. പിന്നെ ജയിലിലായി. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയുള്ള ആളായ ഞാൻ അയാൾ കണ്ടു. ചോദിച്ചാൽ പറഞ്ഞു ഇയാളൊന്നും ചെയ്തിട്ടില്ലെന്ന് അയാൾ പറയും. ഏതായാലും തെളിയിക്കേണ്ടത് പ്രതിയുടെ ചുമതലയാണ്. ആ രീതിയിലാണ് നിയമങ്ങളുള്ളത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. മദ്യപിച്ചൊരു സുബോധമില്ലാതെയൊക്കെ എന്തെങ്കിലും പ്രതിസന്ധികൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ നല്ല കാലഘട്ടങ്ങൾ ജയിലിൽ കഴിയേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് അന്നത്തെ നിയമവ്യവസ്ഥ. ഈ 2 ശാമുവേലിന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 1 മുതൽ 7 വരെ 13 മുതൽ 17 വരെയുള്ള വചനങ്ങളിൽ ദാവീദിന്റെ കാര്യമാണ്. ദാവീദിന്റെ പരാജയം. ദാവീദ് ഗോലിയാത്തിനെയൊക്കെ എതിരെ യുദ്ധം ചെയ്ത് അങ്ങനെ പ്രഗത്ഭനായ വ്യക്തിയായി തീർന്നു. പിന്നീട് സാവൂളിന് ശേഷം രാജാവായി. നാത്താൻ പ്രവാചകൻ അന്നത്തെ പ്രവാചകനാണ്. ഈ പഴയത്തിലെ പ്രസിദ്ധരായ പ്രവാചകന്മാരുടെ പ്രവാചകൻ ചെന്ന് ദാവീദിനോട് പറഞ്ഞു, ഒരു മനുഷ്യന് ധനവാനായ മനുഷ്യൻ ഒത്തിരി ആടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ധനവാനായ മനുഷ്യൻ ചെയ്തത് ഒരാട് മാത്രം, ഒരു പെണ്ണാട് മാത്രം വിലയ്ക്ക് കൊടുത്ത് മേടിച്ച സാമ്പത്തികമൊന്നുമില്ലാതെ ദരിദ്രനായ ഒരു വ്യക്തിയുടെ ആടിനെ പിടിച്ചുകൊണ്ടുപോയി. അയാൾക്ക് സദ്യ നടത്താൻ വേണ്ടി പിടിച്ചുകൊണ്ടുപോയി. അപ്പൊ രാജാവ് പറഞ്ഞു, എന്റെ രാജ്യത്തിലൊന്നും ഞാൻ അനുവദിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ നാഥാൻ പ്രവാചകൻ പറഞ്ഞു, അത് നീ തന്നെയാണെന്ന് പറഞ്ഞു. പ്രവാചകന്മാർക്ക് നല്ല ധൈര്യമുള്ളവരായിരുന്നു. അതുകൊണ്ട് നീ തന്നെയാണ്. ഏതായാലും അത് കണ്ടിട്ടുണ്ടായിരുന്ന അതിൻ്റെ സംഭവ വികാസങ്ങൾ ഇങ്ങനെയാണ്. നമുക്കറിയാം, ഇന്നത്തെ വചനത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. ഒരു പട്ടാളക്കാരന്റെ ഭാര്യ കണ്ണിന്റെ ദുരാശ കൊണ്ടാണ് കാണാനായിട്ട് ഇടയായെന്നൊക്കെയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത്. ഏതായാലും അവളുമായിട്ട് ശരിയല്ലാത്ത രീതിയിലുള്ള ബന്ധങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ
ഇവിടെ കല്യാണം കഴിക്കണമെന്ന് മോഹം വന്നു. പിന്നെ എൻ്റെ ഭാര്യ ആഗ്രഹിക്കരുതെന്ന് പ്രമാണത്തിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇയാള് പട്ടാളക്കാരാണ്, ഊരിയ ഇയാളുടെ വീടുള്ള പട്ടാളക്കാരൻ, അയാളെ യുദ്ധ മുന്നണിയിലേക്ക് വിട്ടു. അങ്ങനെ അയാൾ കൊല്ലപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഇവളെ പരിഗ്രഹിച്ചു. ഇവിടെ പ്രവാചകൻ പറയുന്നുണ്ട്, നിനക്ക് സമാധാനം ഉണ്ടാകില്ലെന്നോ, നിന്റെ കുടുംബത്തിൽ തന്നെ പ്രതിസന്ധി ഉണ്ടാകുന്നു. അതുകൊണ്ട് ഈ ബത്സബ എന്ന് പറയുന്ന സ്ത്രീയാണ് കല്യാണം കഴിച്ചത്. ആദ്യം ഉണ്ടായ കൊച്ച് മരിച്ചുപോയി. രണ്ടാമതുണ്ടായതാണ് സോളമന്. സോളമനാണ് പിന്നീട് രാജാവായിത്തീരുന്നത് ഇസ്രായേലിന്റെ നാട്ടിൽ. അപ്പോൾ ഇയാൾക്ക് മക്കളിൽ നിന്ന് തന്നെ ദുരന്തങ്ങളേറ്റ് വാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇയാളുടെ മകനാണ് അബ്സലോം. ഇയാളുടെ പിതാവിനെതിരെ യുദ്ധം നയിച്ചു. അങ്ങനെ ദാവീദിന്റെ പടയാളികളും അബ്സലോമിന്റെ പടയാളികളുമായിട്ട് യുദ്ധം നടക്കുമ്പോൾ ഇയാളെ പിന്നീട് ദാവീദിന്റെ പടയാളികൾ കൊല്ലുകയാണ്. അപ്പം സ്വന്തം മകന്റെ മരണം, സ്വന്തം പട്ടാളക്കാരൻ, ഇതൊക്കെ ഇയാള് കാണേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇയാൾ ചെയ്ത തെറ്റിന്റെ അനന്തരഫലമായിട്ടാണ് പ്രവാചകൻ പറയുന്നത്. അങ്ങനെയാണ്, നിനക്കൊരു കാലത്തും സമാധാനം ഉണ്ടാകുകയില്ല എന്ന് ദാവീദിനോട് പറയുകയില്ല. തിമോത്തിക്കുള്ള 2-ാം ലേഖനത്തില് 2:22-26 വാക്യങ്ങളില് അദ്ദേഹം പൗലോസ്ലീഹ ലേഖനത്തിൽ പറയാണ്, തിമോത്തി ഒരു സഭയിലെ മെത്രാനാണ്, വിശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിക്കുക. തിമോത്തിയോട് പറയുകയാണ്, അതിനാൽ യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടി അകലുക. കർത്താവിനെ പരിശുദ്ധ ഹൃദയത്തോടെ വിളിക്കുന്നവരോട് ചേർന്ന് നീതി, വിശ്വാസം, സ്നേഹം, സമാധാനം എന്നിവയിൽ ലക്ഷ്യം വയ്ക്കുക. ഇതാണ് തിമോത്തിക്ക് കൊടുക്കാനുള്ള ഉപദേശം. കരുതലോടെ ജീവിക്കുക എന്നുള്ളതാണ്. യുവസഹജമായ മോഹങ്ങളിൽ നിന്ന് ഓടിയകന്നുകൊണ്ട് കരുതലോടെ ജീവിക്കുക എന്നാണ് തിമോത്തിയോട് പറയുന്നത്. ഈ കുടുംബ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. കുടുംബം അത് ഒന്നിച്ച് നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. മക്കളുടെ നല്ല വളർച്ചയ്ക്ക് ആവശ്യമാണ്. എല്ലാം തികഞ്ഞ മനുഷ്യരില്ല. ജീവിത പങ്കാളിയായിട്ട് കിട്ടിയ വ്യക്തിയെ ആ വ്യക്തി ആയിരിക്കുന്നത് പോലെ അംഗീകരിച്ച് സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥനാചരണത്തിലും ക്ഷമയിലും കൂട്ടായ്മയിലും ഒക്കെ മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയുള്ള ഒത്തിരി നല്ല കുടുംബങ്ങൾ, നിങ്ങളൊക്കെ അങ്ങനെയുള്ളവരാണ്, നല്ലവരാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്നും ആവശ്യമില്ലാത്ത വിമർശനങ്ങൾ, പരസ്പരം വിമർശിക്കുക. ഈ കെമിക്കലിന്റെ കാലഘട്ടം ഒരു 2-2.5 വർഷം വരെയൊക്കെ യോഗ്യപ്പെടുന്നവരാണെങ്കിലും അല്ലെങ്കിലും കെമിക്കൽ അതൊരു ഹോർമോണിന്റെ പ്രവർത്തനമാണ്. അപ്പൊ അതിനെ പറ്റി പറയുന്നത് കഞ്ചാവ് പോലെയാണ്, കഞ്ചാവിന്റെ അഡിക്ഷൻ പോലെയാണ്. അതാണ് കാമിതാക്കളൊക്കെ ഓടിച്ചോടുന്നതിനൊക്കെ കാരണം ആ കെമിക്കലാണ്. പക്ഷേ 6 മാസം മുതൽ 2.5 വർഷമേ അതിന്റെ ദൈർഘ്യമുള്ളതെന്നാണ് പുസ്തകങ്ങളിൽ പറയുന്നത്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കണ്ണ് തുറക്കപ്പെടുന്നു. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഏതാനും വർഷം കഴിയുമ്പോൾ മറ്റ് ജീവിതകാലത്ത് കുറ്റങ്ങൾ കാണാനായിട്ട് വരും. കണ്ടുപിടിക്കുക, അടിച്ചിരുത്തുക, അങ്ങനെയുള്ള പല പരിപാടികൾ തുടങ്ങും. വിമർശനം, എല്ലാം പറയുന്ന മനുഷ്യരില്ല. നമ്മളെല്ലാവരും മനുഷ്യരായതുകൊണ്ട് അപാകതകൾ, കുറ്റങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് വിമർശിക്കുക. ആ വിമർശനം വളർച്ചയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല, അടിച്ചു തകർക്കാനാണെങ്കിൽ ആ വിമർശനം നല്ലതിനല്ല. രണ്ടാമതായിട്ട് സ്വയം നീതീകരണം, തൻ്റേതല്ലാത്ത കാരണത്താല് നമ്മള് എന്റെ വീട എന്ന് പറഞ്ഞുകൊണ്ടാണ് മനസ്താപ്രേരണ ചെയ്യുന്നത്. നമുക്ക് കുറവുകളുണ്ട്, തിരുത്തേണ്ട മേഖലകളിൽ തിരുത്തണം. അതിനാണ് അനുരദിനത്തിന്റെ കുദാശയും മറ്റുമൊക്കെ ഉള്ളത്. അതുകൊണ്ട് സ്വയം നീതീകരിച്ചുകൊണ്ട് കാര്യമില്ല. എനിക്ക് തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തി, നമ്മളാരും തെറ്റില്ലാത്തവരല്ല, അതുകൊണ്ട് തിരുത്തണം. അത് കുടുംബജീവിതത്തിൽ ആവശ്യമാണ്. പിന്നെ മൂന്നാമതായിട്ട് സ്റ്റോൺ, കല്ലെറിയൽ, കുറ്റപ്പെടുത്തൽ, മറ്റുള്ളവരെ കല്ലെറിയുക. കല്ലെറിയാനായിട്ട് നല്ല സുഖമുണ്ട്.
അപ്പൊ കല്ലെടുത്തെറിയുക എന്ന് പറഞ്ഞാൽ വെറുതെ കല്ലെടുത്തെറിയുന്നതല്ല, കുറ്റങ്ങൾ ആരോപിക്കുക. അതാണ് കല്ലെറിയൽ എന്ന് പറയുന്നത്. ഓരോ കുറ്റങ്ങൾ ചെയ്യുന്നത് എല്ലാത്തിനും കുറ്റം. പണ്ട് മലയാളത്തിലൊരു ഫ്രേസ് ഉണ്ട്, ഇഷ്ടമില്ലാത്ത അച്ചിക്കല്ല കുറ്റം. ഈ മലയാളത്തിലെ ഫ്രേസൊക്കെ വളരെ മനോഹരമാണ്. അപ്പൊ കല്ലെറിയൽ. പിന്നെ കണ്ടന്റ്, പുച്ഛം. എന്തിനു കൊള്ളാം, ഇവിടെ എന്തിനു കൊള്ളാം, ഇവിടെ എന്തിനു കൊള്ളാം. അതാണ് പുച്ഛം എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ വ്യക്തിയെ ആയിരിക്കുന്നത് പോലെ അംഗീകരിക്കുക എന്നുള്ളത് കുടുംബജീവിതത്തിന്റെ നന്മയ്ക്ക് ആവശ്യമാണ്. ഈ ലോകത്തിൽ നമ്മളെല്ലാവരും രോഗഗ്രസ്തരും വിചാരങ്ങളും വികാരങ്ങളും ഉള്ളവരും വിശപ്പും ദാഹമുള്ളവരും ഈ ഭൂമിയിൽ ജീവിക്കുന്നവരുമാണ്. നമ്മുടെ രോഗാവസ്ഥ ഉണ്ടാകാം, ക്ലേശങ്ങൾ ഉണ്ടാകാം. അപ്പൊ അങ്ങനെയുള്ള മനുഷ്യർ ഓരോ ദിവസവും ആഹാരം കഴിച്ചും ശുദ്ധമായി ശ്വസിച്ചും വെള്ളം കുടിച്ചൊക്കെ ജീവിക്കുന്നവരാണ് നമ്മൾ. രോഗഗ്രസ്തരാണ്. അതുകൊണ്ട് പരസ്പരം സഹകരിച്ചും സഹായിച്ചും നല്ലത് പറഞ്ഞും പ്രോത്സാഹിപ്പിച്ചും ഒക്കെ കൊണ്ടുപോകുമ്പോൾ കുടുംബത്തിന്റെ മഹത്വം അത് വലുതാവുകയാണ്. അങ്ങനെ ജീവിക്കുന്നവരാണ് ഒത്തിരി ആളുകൾ. നിങ്ങളെല്ലാവരും തന്നെ അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈശോ പറയുന്നൊരു വചനമുണ്ട്, ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ എന്നാൽ അവർ ദൈവത്തെ കാണുന്നു. അപ്പോൾ ഹൃദയശുദ്ധി പാലിച്ചുകൊണ്ട്, ദാമ്പത്യ വിശ്വസ്തത പാലിച്ചുകൊണ്ട്, ജീവിത പങ്കാളിയെ മരണം വരെ സ്നേഹിച്ചുകൊണ്ട്, ദൈവം എനിക്ക് തന്ന പങ്കാളിയാണ് എൻ്റെ ഭൗതിക ജീവിതത്തിൽ താനും തണലുമായിട്ട് തന്ന വ്യക്തിയാണെന്ന് ചിന്തിച്ചുകൊണ്ട് കുടുംബത്തെ പടുത്തുയർത്തിക്കൊണ്ട് ജീവിതത്തിന്റെ ഓരോ ദിവസവും മുമ്പോട്ട് പോകേണ്ടവരാണ്. വിശുദ്ധാകർഷണം പറയുന്നത്, നിന്നെ കൂടാതെ എന്നെ സൃഷ്ടിച്ച ദൈവം നിന്നെ കൂടാതെ എന്നെ രക്ഷിക്കുകയില്ല. അപ്പോൾ നമ്മുടെ സഹകരണം നമ്മുടെ ജീവിതത്തിലും ആത്മീയ തലത്തിലും കുടുംബജീവിതത്തിലും ഒക്കെ ക്രിയാത്മകമായ സഹകരണം ഓരോരുത്തരുടെ ആവശ്യമുണ്ട്. സഹകരണം കൊടുത്തു കഴിയുമ്പോഴാണ് കുടുംബം മനോഹരമായിട്ട് മാറുക. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.